ചേട്ടന്റെ ഫേവറേറ്റ് മൂവി ചേച്ചി എഴുതിക്കോ. ചേച്ചിയുടെ ഫേവറേറ്റ് മൂവി ചേട്ടൻ എഴുതിക്കോ. അതന്നെയാണോ എന്നിട്ട് പറയാം. ചതി അത് എഴുതണം. ആന്ന്. ഓക്കെ. മലയാളോ? മലയാളം ഇല്ലേ? തമിഴത്തേക്ക് ഇങ്ങനെ മലയാളം ഇഷ്ടപ്പെടും. എനിക്ക് അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല എന്നൊന്നുമില്ല, ഇഷ്ടമാണ്. എനിക്ക് തമിഴാണ് ഇഷ്ടം. ഓക്കെ. ഇനി ചേട്ടന്റെ ലേലം അല്ലേ? അല്ലേ എന്താ എഴുതിയ? എന്താ അല്ല എന്താ ശരിയായിട്ടുള്ളത്? അല്ല, ഞാൻ ലേലം എല്ലാ ആഴ്ചയും 2 പ്രാവശ്യമെങ്കിലും കാണും. അതുകൊണ്ടാണ് അത് നമ്മളങ്ങനെ കാണണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ലേലം എഴുതിയത്. ഓക്കെ. അതുകൊണ്ട് കഴിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കണമെങ്കിൽ ലേലം സിനിമ കാണണം. കുട്ടികൾ കാർട്ടൂൺ കാണുന്ന പോലെ സുരേഷ് ഗോപി ഇങ്ങനെ വന്നാൽ ലേലത്തിലെ കുറച്ച് ഡയലോഗ് അപ്പൊ എന്തായാലും ഓർമ്മ ഉണ്ടാവുമല്ലോ. ലേലത്തിലൊക്കെ എനിക്ക് എല്ലാ ഡയലോഗും അറിയാം. ഏതെങ്കിലും ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇന്റർവ്യൂ. ഞാൻ ചക്കപ്പഴത്തിൽ സെലക്ട് ചെയ്ത ഡയലോഗ് ഞാനത് പറഞ്ഞ ആൾക്കാർ ഞാൻ വലിയ ചീത്ത വിളിക്കുന്നത്. പറഞ്ഞോ? ഞാൻ നിന്റെയൊക്കെ സമയം പറഞ്ഞുള്ള കടയാടി മോനെ കൊണ്ട് കണ്ട ഇതുപോലെ ആവില്ലേ. കടയാടി എന്ന് പറഞ്ഞാൽ കടയാടി രാഘവനെ വിളിക്കുന്ന കടയാടി മോനെ. അതാണ്, അതൊരു ഫാമിലി നെയിമാണ്. പക്ഷെ എന്റെ ഭാഗം കൊണ്ട് എല്ലാവരും കറക്റ്റ് മനസ്സിലാവും. വേറെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഇതിൽ തന്നെ അല്ലേ? കടയാടി മാറ്റിക്കോ. ഇതുപോലെ എനിക്ക് അതില് എന്നെ വർഗീസിന്റെ ഭയങ്കര ഇഷ്ടമാണ്. അതില് ഇമിറ്റേറ്റ് ചെയ്യോ? ചെയ്യുന്നൊരു ഇമിറ്റേറ്റ് ഞാൻ ചെയ്യാൻ പറ്റിയ ഫിലിം സ്റ്റാർസിനെ ഒന്നും ഇമിറ്റേറ്റ് ചെയ്യൂല. എനിക്ക് എന്റെ കൂടെ ഉള്ളവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടം. അപ്പോ സൗഭാഗ്യം. പിന്നെ ഞാൻ പെണ്ണുങ്ങളെ തോന്നുന്നുണ്ട്. ചില ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് അവരുടെ മാനറിസം അങ്ങനെ എനിക്ക് അതുപോലെ ആവും. അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് അല്ല, പക്ഷെ എനിക്ക് ചിലത് പറ്റും. ഓക്കെ. അപ്പൊ ഇതിപ്പം ലേലം സിനിമ അല്ലാണ്ട് പിന്നെ ഏതാ ഫേവറേറ്റ് മൂവി? എനിക്ക് ഇങ്ങനത്തെ എല്ലാ അടിപ്പടവും ഇഷ്ടം. അടിപ്പടം എനിക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യത്തിലൊന്നും ഇഷ്ടമില്ല. എനിക്ക് ഇടിയണം. ഞാൻ ആഹാരം കഴിച്ചാലും സുരേഷ് ഗോപിയുടെ സിനിമ കാണണം. മറ്റേ ഇത് പറയുന്ന പോലെ സുരേഷ് ഗോപിയുടെ സിനിമ കാണണം എന്ന് പറയുന്ന പോലെ കുട്ടികൾ പറയില്ല എനിക്ക് സുരേഷ് ഗോപിന്റെ സിനിമയെ കാണണ്ടേന്ന്. ആ ടൈപ്പ് ആയിരുന്നു. ആ ടൈപ്പ് ഞാൻ 3 പേരുടെയും കാണും. 3 പേരുടെയും കാണും. പിന്നെ അതിൽ ഏറ്റവും ഫേവറേറ്റ് സുരേഷ് ഗോപി എന്നാ? എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, 3 പേരും ഒരുപോലെ തന്നെ. ഇതുപോലെ ഞാൻ വലിയേട്ടനും കാണൂലേ, ഇതുപോലെ ഞാൻ 6-ാം നമ്പരാനും കാണൂലേ, ഇതുപോലെ ഞാൻ രാമണപ്രഭുവും കാണൂലേ. അപ്പൊ ഇതിൽ ഏറ്റവും ബെസ്റ്റ് മൂവി ഏതാ ഇഷ്ടപ്പെട്ടെ? ലേലം. ഏഷ്യാനെറ്റ് മൂവീസാ? ഏഷ്യാനെറ്റ് ഒന്നല്ല, ഞാൻ മറ്റേ ഇതില് അല്ല പറയുമല്ലോ. ഓക്കെ. ഇനി രണ്ടുപേരും ഡാൻസേഴ്സ് ആണല്ലോ. അപ്പം ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ഫോം, ചേട്ടന്റെ ഇഷ്ടപ്പെട്ട ഡാൻസ് ഫോം ഏതാണ്? എനിക്ക് ഡെഫിനറ്റ് ആയിട്ടും ഭരതനാട്യം. ശരി. സ്വാഭാവിക മോഹിനിയാട്ടം. എഴുതണ്ടേ? എനിക്കറിയാലോ. അവള് മോഹിനിയാട്ടം MA ഫസ്റ്റ് റാങ്ക് പാസ്സായത്. വേറെ എന്തായിരിക്കും? വേറെ എന്തെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ല. മോഹിനിയാട്ടമാണ്. വേറെ എന്തെങ്കിലും ഒരു കോണ്ടംപററി ഡാൻസർ ഡപ്പാങ്കുത്ത് കളിച്ച് എങ്ങനെ കളിക്കും? പിന്നെ അവള് വേറെ ഡാൻസ് എവക്ക് മോഹിനിയാട്ടം. എന്റെ സിനിമാറ്റിക് പഠിപ്പിക്കാൻ നോക്കുമ്പോ ചേട്ടൻ ഏറ്റവും വലിയ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കരുത്. ഞാൻ ഓർത്ത് പിടിച്ചാണ് ഈ ക്ലാസ്സിൽ കളിക്കുന്നവരെല്ലാവർക്കും കൈ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും. അപ്പൊ എന്നെ അപ്പോഴാ ചേട്ടാ അങ്ങനല്ല, അത് കണ്ണിങ്ങനെ നോക്കരുത്, നാച്ചുറൽ ആക്കി വെക്കുക. പക്ഷെ എനിക്ക് ഞാൻ സിനിമാറ്റിക് കളിക്കുമ്പോ കുറച്ച് ഓക്കോർഡായിട്ട് തോന്നും. ഇങ്ങനെ വരും പറഞ്ഞ് കേൾക്കാറുണ്ട്. അമ്മയും സിനിമാറ്റിക് ചെയ്യുമ്പോ ഭയങ്കര ക്ലാസിക്കൽ ടച്ച് ഇങ്ങനെ ആകുന്ന സാധനമാണ്. അപ്പൊ ഇവര് കിട്ടും. ഐ മീൻ എല്ലാം സെറ്റ് ആയിട്ട് കിട്ടുമോ? ഈ ഭരതനാട്യം ഞാൻ കളിക്കുന്ന അത്ര നാളെ കിട്ടുമായിരുന്നു. ഇപ്പൊ എനിക്ക് കുറെ നാളായിട്ട് ഇപ്പൊ അങ്ങനെ ഡാൻസ് ഒന്നും ചെയ്യാറില്ല. ഇല്ലേ? ഇനി അടുത്ത ചോദ്യം. പക്ഷെ എന്നാലും എന്ത് ഡാൻസ് ചെയ്താലും എനിക്ക് ഇഷ്ടം ഭരതനാട്യം തന്നെയാണ്. ഭരതനാട്യം. നേരത്തെ ചക്കപ്പഴത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ബാക്കി എന്ത് ഡാൻസ് കളിച്ചാൽ ആൾക്കാർ കൊള്ളാം എന്ന് പറയും. ഈ ഭരതനാട്യം കളിക്കുമ്പോൾ ഈ വണ്ണം വെച്ചുകൊണ്ട് ഏക ഒരു ഗുണം അതാണ്. ഈ വണ്ണം വെച്ച് എങ്ങനെ കളിക്കണം? ഈ വണ്ണം വെച്ചല്ല നമ്മൾ പഠിച്ചത്. അതാർക്കും പറയാൻ പോകില്ല. നമ്മൾ പറയും പാടാണെന്ന്. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പറ്റും.